കർണാടകയിലെ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളാണ് ആർതർ എനർജി. 2013 മദ്രാസ് IIT പൂർവ്വ വിദ്യാർത്ഥികളായ തരുൺ മേത്തയും സ്വപ്നിൽ ജെയിനും ചേർന്നാണ് ഈ കമ്പനി സ്ഥാപിച്ചത്. 2013 ഒക്ടോബർ 21 ആർതർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഒരു ക്യാമ്പസ് ഇൻക്യുബേറ്റഡ് സംരംഭമാണ് ആർതർ എനർജി. ഇന്ത്യയുടെ EV മൊബിലിറ്റി വിപ്ലവത്തിലെ ഒരു നേതാവായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ആർതർ എനർജി. 2014 ഡിസംബറിൽ ഫ്ലിപ്കാർട്ട് സ്ഥാപകരുടെ നേതൃത്വത്തിൽ സീഡ് മൂലധനം നേടിയെടുക്കുന്നതിൽ നിന്ന് 2024 സെപ്റ്റംബറിൽ DRHP ഫയൽ ചെയ്യുന്നതുവരെയുള്ള ആർതറിൻ്റെ പാത ഇന്ത്യയിലെ വൈദ്യുതീകരിച്ച ഇരുചക്ര വാഹനങ്ങളിലേക്കുള്ള ത്വരഗതിയിലുള്ള ജനങ്ങളുടെ മാറ്റത്തെ അല്ലെങ്കിൽ സ്വീകാര്യതയെ പ്രതിഫലിക്കുന്നതാണ്. ഈ വീഡിയോ ആർതർ എനർജിയുടെ രൂപീകരണം, ഫണ്ടിംഗ്, ചരിത്രം, ഉൽപ്പന്ന പരിണാമം, നിർമ്മാണ സ്കെയിൽ അപ്പ്, വിപണി സ്ഥാനനിർണ്ണയം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ലഭ്യമായ ഫയലിങ്ങുകൾ, വിശ്വസനീയമായ വാർത്താ റിപ്പോർട്ടുകൾ, കമ്പനി വെളിപ്പെടുത്തലുകൾ എന്നിവ ഉപയോഗിച്ച് കൃത്യവും വസ്തുതാപരവുമായ ഒരു വിവരണം അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓൺലൈൻ ഡാറ്റയുടെ കൃത്യതയെക്കുറിച്ച് പൂർണ്ണമായി ഉറപ്പു പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സംശയാസ്പദമായ എന്തെങ്കിലും വിവരങ്ങൾ ഇതിൽ ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ മാന്യവായനക്കാർ സ്വയം പരിശോധന നടത്തി ഉറപ്പാക്കേണ്ടതാണ്. ഇതൊരിക്കലും ഒരു നിക്ഷേപ ഉപദേശമല്ല. ആ രീതിയിൽ ഒരിക്കലും ഇതിനെ കാണേണ്ടതുമില്ല. കേവലം ലഭ്യമായ വാർത്തകളുടെ ഒരു ശേഖരം മാത്രമാണ് ഈ വീഡിയോ. അവസാനമായി, ആർതർ എനർജിയുടെ ആസന്നമായ പബ്ലിക് ഓഫറിങ്ങിന് മുൻപായി പങ്കാളികളെ അറിയിക്കുന്നതിന് മൂല്യനിർണ്ണയം, നിക്ഷേപകരുടെ താൽപ്പര്യം, സാമ്പത്തിക പ്രകടനം, അവരുടെ വെല്ലുവിളികൾ എന്നിവ പരിശോധിച്ചുകൊണ്ട് IPO വിശകലനം നടത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആർതർ എനർജിയുടെ കഥ മദ്രാസ് IITയിലെ ഇൻക്യുബേഷൻ സെല്ലിൽ നിന്ന് ആരംഭിച്ചു. 2013 ഏപ്രിലിലാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ തരുൺ മേത്തയും സ്വപ്നിൽ ജെയിനും ആദ്യമായി ഒരു സ്മാർട്ട് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന ആശയം അവതരിപ്പിച്ചത്. മേത്തയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ജെയിനിൻ്റെ ഉൽപ്പന്ന രൂപകൽപ്പന പശ്ചാത്തലവും അവർ നേടിയെടുത്തത് വിവിധ വിദ്യാർത്ഥി പ്രൊജക്റ്റുകളിലൂടെയും പ്രമുഖ സാങ്കേതിക സ്ഥാപനങ്ങളിലെ ഇന്റേൺഷിപ്പുകളിലൂടെയും മാത്രമാണ്. IIT മദ്രാസിൻ്റെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ബോർഡ് ഇൻക്യുബേഷൻ പിന്തുണയും അടിസ്ഥാന സൗകര്യങ്ങളും നൽകിയത് വഴി 2014 അവസാനത്തോടെ ആർതറിന് അതിൻ്റെ ആദ്യത്തെ സ്കൂട്ടർ ചേസിസ് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ സാധിച്ചു. 2014 ഡിസംബറിൽ ഫ്ലിപ്കാർട്ട് സഹസ്ഥാപകനായ സച്ചിൻ ബൻസാലും ബിന്നി ബൻസാലും നൽകിയ $1 മില്യൺ ആദ്യ ബാഹ്യ സീഡ് ഫണ്ട് ആർതർ സ്വീകരിച്ചു. ഏതർ എന്നൊക്കെയുള്ള ഉച്ചാരണം വരുന്നുണ്ട്, ദയവായിട്ട് ക്ഷമിക്കുക. ഈ ഫണ്ടിങ്ങിൻ്റെ ആർതറിൻ്റെ കാഴ്ചപ്പാടിനെ ശരിവെക്കുകയും അതിൻ്റെ അനുബന്ധ ഘടകങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നൽകുകയും ചെയ്തു. തുടക്കം മുതൽ തന്നെ ആർതറിൻ്റെ ശ്രമം വ്യക്തമായിരുന്നു. നല്ല പ്രകടനം, മികച്ച സുരക്ഷ, വേഗത്തിലുള്ള ഓവർ ദി എയർ OTA സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രീമിയം 2 വീലർ നൽകിക്കൊണ്ട് ഇന്ത്യയിൽ EV സ്വീകാര്യത ത്വരിതപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ വ്യത്യസ്തമായ സമീപനം വില അടിസ്ഥാനമാക്കിയുള്ള മോഡലുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പരമ്പരാഗത OEMകളിൽ നിന്നും പുതുമ മാത്രം തേടി നടക്കുന്ന പുതിയ EV സ്റ്റാർട്ടപ്പുകളിൽ നിന്നും ആർതറിനെ വ്യത്യസ്തനാക്കി. 2013 ഒക്ടോബർ 21 ഇന്ത്യൻ കമ്പനി ആക്ട് 2013 പ്രകാരം ഒരു സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയായി ആർതർ എനർജി നിയമപരമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബംഗളൂരുവിലെ ബെന്നാർഘട്ട മെയിൻ റോഡിലെ IBC നോളജ് പാർക്കിലെ 3ാം നിലയിലെ ടവർ Dയിലാണ് ആർതറിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. 2024 വർഷത്തോടെ ആർതറിൻ്റെ ഓഹരി ഉടമകളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിക്ഷേപകരും സമ്പന്നരായ സ്ഥാപകരും ഉൾപ്പെടുന്നു. ഹീറോ മോട്ടോർ കോർപ്പറേഷൻ 37.2%, NIIF 16.92%, GIC 15.04%, സഹസ്ഥാപകരായ തരുൺ മേത്ത, സ്വപ്നിൽ ജെയിൻ എന്നിവർ 6.63% വീതവും കമ്പനിയുടെ ഉടമസ്ഥാവകാശം കൈവശം വച്ചിരിക്കുന്നു. ഈ രീതിയിലുള്ള നിക്ഷേപകരുടെ പങ്കാളിത്തം തന്ത്രപരമായ ഓട്ടോമോട്ടീവ് പങ്കാളികളുടെയും ആഗോള നിക്ഷേപ ഫണ്ടുകളുടെയും ആത്മവിശ്വാസം നേടിയെടുക്കാൻ ആർതറിനെ സഹായിക്കുന്നു. 2014 ഡിസംബറിൽ ആർതറിൻ്റെ പ്രാരംഭ സീഡ് റൗണ്ട് ഫ്ലിപ്കാർട്ട് സ്ഥാപകരിൽ നിന്നും $1 മില്യൺ സമാഹരിച്ചു. ഇത് ഗവേഷണ വികസനവും പൈലറ്റ് ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്നതിനും വേണ്ടിയായിരുന്നു. 2015 മെയ് മാസത്തിൽ പ്രോട്ടോടൈപ്പ് വാലിഡേഷൻ, പ്രൊഡക്ഷൻ ടൂളിംഗ്, സപ്ലൈ ചെയിൻ പങ്കാളിത്തങ്ങൾ എന്നിവ സ്കെയിലപ്പ് ചെയ്യുന്നതിനായി ടൈഗർ
ഗ്ലോബൽ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ $12 മില്യൺ സീരീസ് എ ഇൻഫ്യൂഷൻ കമ്പനി നേടിയെടുത്തു. 2016 ഒക്ടോബറിൽ ആദറിൻ്റെ സീരീസ് ബി റൗണ്ട് ഫണ്ടിംഗ് നടന്നു. അതിൽ തന്ത്രപരമായ OEM പങ്കാളിയായ ഹീറോ മോട്ടോർ കോർപ്പിൽ നിന്നും $27 മില്യൺ നിക്ഷേപം കമ്പനി സ്വീകരിച്ചു. ഇത് നിർമ്മാണ സഹകരണവും വിപണി ആക്സസും ശക്തിപ്പെടുത്തി. കൂടാതെ 2018 ജൂലൈയിൽ $19 മില്യൺ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ അധികമായി നൽകിയതോടെ ആദറിൽ ഹീറോയുടെ പ്രതിബദ്ധത വർദ്ധിച്ചു. ഇത് ആദറിൻ്റെ സാങ്കേതിക വിദ്യ മുന്നേറ്റത്തിൽ മികച്ച ആത്മവിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുന്നു. മെയ് 2019 സീരീസ് സി ഫണ്ടിംഗ് ആരംഭിച്ചു. സച്ചിൻ ബൻസാലിൽ നിന്നുള്ള $32 മില്യൺ നിക്ഷേപത്തിലൂടെയും ഹീറോ മോട്ടോർ കോർപ്പിൽ നിന്നുള്ള $19 മില്യൺ കടവും ഇന്നോവൻ ക്യാപിറ്റലിൽ നിന്നുള്ള $8 മില്യൺ വെഞ്ചർ ഡെറ്റ് സൗകര്യവും അങ്ങനെ അതുവഴി ആദർ $51 മില്യൺ സമാഹരിച്ചു. ജൂലൈ 2020 സീരീസ് സി എക്സ്റ്റൻഷൻ ഫണ്ടിംഗ് വഴി പ്രവർത്തന മൂലധനവും ഉൽപ്പാദന റാമ്പപ്പും ശക്തിപ്പെടുത്തുന്നതിനായി ഹീറോ മോട്ടോർ കോർപ്പ് $11.2 മില്യൺ അധികമായി നൽകിയതോടുകൂടി ആദർ 2020 നവംബർ സീരീസ് ഡി ഫണ്ടിംഗ് ആരംഭിച്ചു. സച്ചിൻ ബൻസാലും ഹീറോ മോട്ടോർ കോർപ്പും നയിച്ച ഒരു റൗണ്ട് ഫണ്ട് റൈസിംഗിലൂടെ ഏകദേശം $12 മില്യൺ പുതിയ ഉൽപ്പന്ന വികസനത്തിനും ഡീലർ നെറ്റ്വർക്ക് വിപുലീകരണത്തിനുമായി നീക്കിവെക്കാൻ ആദറിന് സാധിച്ചു. 2022 ഒക്ടോബറിൽ ആദറിൻ്റെ ഏറ്റവും വലിയ സ്വകാര്യ ഫണ്ട് റൈസിംഗ് സീരീസ് ഇ ആരംഭിച്ചു. ഹീറോ മോട്ടോർ കോർപ്പും നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടും സഹകരിച്ച് $48.67 മില്യൺ സമാഹരിച്ചു. ഈ മൂലധന ഇഞ്ചക്ഷൻ ആദറിനെ വരാനിരിക്കുന്ന ആദർ റിസ്തയുടെ ലോഞ്ച്, അതുപോലെ ചാർജിംഗ് നെറ്റ്വർക്ക് വിപുലീകരണം, പ്രാഥമിക IPO തയ്യാറെടുപ്പുകൾ എന്നിവയ്ക്ക് ധനസഹായം നൽകി. പബ്ലിക് ലിസ്റ്റിംഗിന് മുന്നോടിയായി സമർപ്പിച്ച ആദറിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രകാരം മൊത്തത്തിൽ ആദർ 19 റൗണ്ട് ഫണ്ടിങ്ങുകളിലായി സീഡ്, ഇക്വിറ്റി, കടം തുടങ്ങിയവയിലൂടെയായി $500 മില്യൺ ഇപ്പോൾ തന്നെ സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2016 ഫെബ്രുവരിയിൽ മദ്രാസ് IITയുടെ ഫ്ലാഗ്ഷിപ്പ് ടെക്നോളജി കോൺഫറൻസായ സർജിൽ ആദർ ഇന്ത്യയുടെ ആദ്യത്തെ സ്മാർട്ട് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന ആശയത്തിൽ S340 മോഡൽ അനാച്ഛാദനം ചെയ്തു. S340 പ്രോട്ടോടൈപ്പിൽ 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഡാഷ്ബോർഡ്, കണക്റ്റഡ് ടെലിമാറ്റിക്സ്, സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പവർ ട്രെയിൻ എന്നിവ ഉണ്ടായിരുന്നു. 2016 അവസാനത്തോടെ ബാംഗ്ലൂരിലും സമീപ പ്രദേശങ്ങളിലും പ്രാരംഭ ഉപഭോക്തൃ ഡെലിവറികൾ നൽകിക്കൊണ്ട് പരിമിതമായ രീതിയിൽ ആദർ ഉൽപ്പാദനം ആരംഭിച്ചു. S340 പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2020 ജനുവരിയിൽ ആദർ 450X, ആദർ 450 എന്നിവയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോഞ്ച് നടന്നു. രണ്ട് മോഡലുകളും ഒരു 2.4 kWh പവർ നൽകുന്ന ലിഥിയം അയൺ ബാറ്ററിയും 3.3 സെക്കൻഡിനുള്ളിൽ 0 നിന്നും 40 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സഹായിക്കുന്ന 5.4 kWh മോട്ടോറും മണിക്കൂറിൽ 80 കിലോമീറ്റർ പരമാവധി വേഗതയും സംയോജിപ്പിച്ചുകൊണ്ട് വിപണിയിലെത്തി. ഓവർ ദി എയർ ഫേംവെയർ അപ്ഗ്രേഡുകൾ, ഡൈനാമിക് റൈഡ് മോഡുകൾ, സ്ക്രീനിൽ ഊർജ്ജ കാര്യക്ഷമത അനലിറ്റിക്സ്, റിമോട്ട് ഡയഗ്നോസ്റ്റിക്സ് തുടങ്ങിയ സവിശേഷതകൾ ഈ മോഡലുകളിൽ അവതരിപ്പിക്കപ്പെട്ടു. തുടർച്ചയായ ഉൽപ്പന്ന നവീകരണത്തിലൂടെ, സോഫ്റ്റ്വെയർ അധിഷ്ഠിത സവിശേഷതകളിലൂടെ, ചടുലമായ OT അപ്ഡേറ്റുകളിലൂടെ, ആദർ സ്പേസ് എന്ന് വിളിക്കപ്പെടുന്ന നേരിട്ടുള്ള കസ്റ്റമർ സർവീസ് സെൻ്ററുകളിലൂടെ വ്യത്യസ്തമാക്കപ്പെട്ട ഒരു പ്രീമിയം പൊസിഷനിങ് സമൂഹത്തിൽ ആദർ നിലനിർത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡിൽ ആരംഭിച്ച ആദറിൻ്റെ പ്രാരംഭ ഉൽപ്പാദനം 2021 ജനുവരിയിൽ തമിഴ്നാട്ടിലെ ഹൊസൂരിലെ അത്യാധുനിക ഫാക്ടറിയിലേക്ക് മാറി. റോബോട്ടിക് അസംബ്ലി ലൈനുകളും ലീൻ നിർമ്മാണ രീതികളും കരുത്തേക്കുന്ന ഹൊസൂർ പ്ലാന്റിൻ്റെ വാർഷിക ശേഷി 1,10,000 സ്കൂട്ടറുകളും 1,20,000 ബാറ്ററി പായ്ക്കുകളുമാണ്. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ മൈലേജ് റേഞ്ചിനുള്ളിൽ അടുത്ത റീചാർജ് സൗകര്യം ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറുമെന്ന തിരിച്ചറിവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന ഫാസ്റ്റ് ചാർജിംഗ് നെറ്റ്വർക്കായ ആദർ ഗ്രിഡ് എന്ന ചാർജിംഗ് നെറ്റ്വർക്ക് ആദർ നിർമ്മിച്ചു. 2023 ഫെബ്രുവരി ആയപ്പോഴേക്കും 80 നഗരങ്ങളിലായി 1000-ലധികം ഫാസ്റ്റ് ചാർജറുകൾ ആദർ സ്ഥാപിച്ചു. നഗരങ്ങളിൽ നിന്നും മെട്രോകൾക്കപ്പുറം EV സ്വീകാര്യതയെ ഉത്തേജിപ്പിക്കുന്നതിനായി ഹോം ചാർജർ സൊല്യൂഷനുകളും ആദർ വികസിപ്പിച്ചെടുത്തു. 96 നഗരങ്ങളിലായി 175 ആദർ സ്പേസ് അനുഭവ കേന്ദ്രങ്ങൾ ആദർ പ്രവർത്തിപ്പിക്കുന്നു. ടെസ്റ്റ് റൈഡുകൾ, സേവനം, കമ്മ്യൂണിറ്റി ഈവൻറ്റുകൾ എന്നിവ ആദർ സ്പേസ് വാഗ്ദാനം ചെയ്യുന്നു. ഈ നേരിട്ടുള്ള റീറ്റെയിൽ മോഡൽ പരമ്പരാഗത ഡീലർഷിപ്പുകളെ മറികടന്ന് ഉപഭോക്തൃ യാത്രയിൽ ബ്രാൻഡ് വിപുലീകരണം ശക്തിപ്പെടുത്തുന്നതിന് ആദറിനെ സഹായിച്ചു. ആദറിൻ്റെ
പ്രാഥമിക വരുമാന മാർഗം ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിൽപ്പന തന്നെയാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 51,749 വാഹനങ്ങൾ നിർമ്മിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് 2021 സാമ്പത്തിക വർഷത്തിലെ പ്രാരംഭ വോള്യങ്ങളെ അപേക്ഷിച്ച് ശക്തമായ സ്കെയിലപ്പാണ് നടത്തിയിരിക്കുന്നത്. എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടിയ വിലയുള്ളതാണെങ്കിലും ഏതറിൻ്റെ സ്കൂട്ടറുകൾ മികച്ച പ്രകടനം, കണക്ടിവിറ്റി, കുറഞ്ഞ മെയിൻ്റനൻസ് ചെലവ് എന്നിവയിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുത്തിരിക്കുന്നു. ഹാർഡ്വെയറിനപ്പുറം പേപ്പർ യൂസ്, ഫാസ്റ്റ് ചാർജിംഗ്, പരിധിയില്ലാത്ത ആക്സസിനുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ, ഹോം ചാർജർ ഇൻസ്റ്റലേഷൻ എന്നിവയിലൂടെ ആദർ അതിൻ്റെ ചാർജിംഗ് നെറ്റ്വർക്കിൽ നിന്ന് മികച്ച ധനസമ്പാദനം ഉറപ്പുവരുത്തുന്നു. 2023 മാർച്ചിന് ശേഷം സൗജന്യ ചാർജിംഗ് എന്നതിൽ നിന്നും മാറി ആവർത്തിച്ചുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രിഡ് ചെലവുകൾ കുറയ്ക്കുന്നതിനുമായി ആദർ നാമമാത്രമായ ചാർജിംഗ് ഫീസ് ഉപഭോക്താക്കളിൽ നിന്നും സ്വീകരിച്ചു തുടങ്ങി. OTA സോഫ്റ്റ്വെയറുകൾ, സബ്സ്ക്രിപ്ഷനുകളും വിപുലീകൃത വാറന്റികളും കൂടുതൽ വരുമാന സ്ട്രീമുകൾ ആദറിന് തുറന്നുകൊടുക്കുന്നു. ഏതറിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സമ്പന്നമായ ടെലിമാറ്റിക്സ് ഡാറ്റ ശേഖരിക്കുന്നുണ്ട്. അനലിറ്റിക്സുകളുടെ ഓഫറുകളിലൂടെ വരും കാലങ്ങളിൽ ആദറിൻ്റേതല്ലാത്ത സർവീസ് സെൻറ്ററുകളുടെ സാധ്യത ഇത് തുറന്നുകാട്ടുന്നു. എനർജി യൂട്ടിലിറ്റികൾ, പാർക്കിംഗ് ഓപ്പറേറ്റർമാർ, ക്യാമ്പസ് ഡെവലപ്പർമാർ എന്നിവരുമായുള്ള തന്ത്രപരമായ ബന്ധങ്ങൾ വിശാലമായ നഗര മൊബിലിറ്റി ആവാസ വ്യവസ്ഥകളിലേക്ക് ആദർ ഗ്രിഡിനെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പോയിന്റ് ഓഫ് സെയിൽസിൽ വാഹനങ്ങളുടെ ധനസഹായത്തിനായി ബാങ്കുകളുമായുള്ള സഹകരണവും പൊതുജനങ്ങളിൽ പ്രീതി വർദ്ധിപ്പിക്കുകയും വിപണികളിൽ മുന്നേറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 450 സീരീസ് വിപണിയിലെ ട്രാക്ഷൻ നേടിയതിനാൽ 2020 സാമ്പത്തിക വർഷത്തിലെ 410 കോടി രൂപയിൽ നിന്നും 4 ഇരട്ടി വർധനവ് നേടിക്കൊണ്ട് 2023 സാമ്പത്തിക വർഷത്തിൽ ആദർ 1780 കോടി രൂപ വരുമാനം റിപ്പോർട്ട് ചെയ്തു. 2024 സാമ്പത്തിക വർഷത്തിൽ വരുമാനം നേരിയ തോതിൽ ഇടിഞ്ഞ് 1758 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിതരണ ശൃംഖലയിലെ നിയന്ത്രണങ്ങൾക്കും മത്സരാധിഷ്ഠിത വില നിശ്ചയ പ്രഷറിനും ഇടയിൽ ഒരു സ്തംഭനാവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉയർന്ന വളർച്ച ഉണ്ടായിരുന്നിട്ടുകൂടി ഉയർന്ന ഗവേഷണ വികസന ചെലവ്, നിർമ്മാണ സ്കെയിലിംഗ്, മാർക്കറ്റിംഗ് നിക്ഷേപങ്ങൾ എന്നിവ കാരണം ആദറിന് തുടക്കം മുതൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു പുതിയ വിപ്ലവത്തിൻ്റെ തുടക്കത്തിൽ ഏതൊരു കമ്പനിക്കും ഉണ്ടാകുന്നത് പോലെയുള്ള നാമമാത്രമായ നഷ്ടമാണ് ആദറിനും ഉണ്ടായിരിക്കുന്നത്. നികുതിക്ക് മുൻപുള്ള നഷ്ടം 2022 സാമ്പത്തിക വർഷത്തിൽ 344 കോടിയായിരുന്നു. ഇതിൽ നിന്നും 2023 സാമ്പത്തിക വർഷത്തിൽ 864 കോടിയായി അത് വർദ്ധിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ 1059 കോടിയായി നഷ്ടം വീണ്ടും വർദ്ധിച്ചു. നെഗറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോകളും മൂലധന ആവശ്യകതകളും കമ്പനിക്ക് ഇനിയും മുന്നോട്ട് വളരാനുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് നമ്മുടെ മുന്നിൽ എടുത്തു വയ്ക്കുന്നത്. ഓല ഇലക്ട്രിക്, TVS മോട്ടോഴ്സ് കമ്പനി എന്നിവയ്ക്ക് പിന്നിലായി 3-ാം സ്ഥാനത്തായി 2024 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയുടെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയുടെ 11.5% ആദർ കൈക്കലാക്കിയിട്ടുണ്ട്. സെഗ്മെന്റിന്റെ മൊത്തത്തിലുള്ള വളർച്ച പുതിയ കമ്പനികളും സബ്സിഡിയുള്ള കമ്പനികളും തമ്മിലുള്ള വില നിർണ്ണയ ശേഷി ഇല്ലാതാക്കുന്നതോടെ മത്സരം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന EV കാറ്റഗറിയിലാണ് ഏതർ പ്രവർത്തിക്കുന്നത്. സോഫ്റ്റ് ബാങ്കിൻ്റെയും ടൈഗർ ഗ്ലോബലിൻ്റെയും പിന്തുണയോടെ മികച്ച വിലക്കുറവിലും ഉയർന്ന ശേഷിയുള്ള വമ്പൻ ഫാക്ടറികളിലൂടെയും ഓലയാണ് വിൽക്കപ്പെടുന്ന സ്കൂട്ടറുകളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ളത്. ശക്തമായ ഡീലർ നെറ്റ്വർക്കുള്ള ഒരു പാരമ്പര്യ സ്കൂട്ടർ നിർമ്മാതാക്കളായ TVS ഇടത്തരക്കാരെ ലക്ഷ്യമിട്ട് TVS iQube എന്ന പേരിൽ EV പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം വ്യാപിക്കുന്നതിനായി ഗാഢമായ ഉപഭോക്തൃ ബന്ധം പ്രയോജനപ്പെടുത്തി ഒന്നിലധികം EV മോഡലുകൾ ബജാജ് ഓട്ടോ പുറത്തിറക്കിയിരിക്കുന്നു. സാങ്കേതികവിദ്യ, ചാർജിംഗ് നെറ്റ്വർക്ക്, OTA സവിശേഷതകൾ എന്നിവയിലൂടെ ഏതർ വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മൂല്യാധിഷ്ഠിത ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ബിസിനസ് വളർത്തുന്നതിലെ പോരായ്മകളും വില നിർണ്ണയത്തിലെ അപാകതകളും ആദർ ഇന്നും ഒരു വെല്ലുവിളിയായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. 2024 സെപ്റ്റംബർ 9 ആദർ എനർജി സെബിയിൽ 4500 കോടി രൂപ സമാഹരിക്കുന്നതിനായി അവരുടെ DRHP ഫയൽ ചെയ്തു. ഓഫറിൽ ഹീറോ മോട്ടോർ കോർപ്പ് ഒഴികെ നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് 3100 കോടി രൂപയുടെ പുതിയ ഇക്വിറ്റിയും 1400 കോടിയുടെ OFSഉം ലഭിക്കുന്നു. പോസ്റ്റ് ഫയലിംഗിൽ റിസ്ക് വെളിപ്പെടുത്തലുകൾ, ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക കാര്യങ്ങൾ, കോർപ്പറേറ്റ് ഭരണം എന്നിവയെക്കുറിച്ചുള്ള സ്റ്റാൻഡേർഡ് നിരീക്ഷണങ്ങൾ സെബി ഉന്നയിക്കുകയും ബന്ധപ്പെട്ട കക്ഷി ഇടപാടുകളെക്കുറിച്ചുള്ള സെബിയുടെ ആശങ്കകൾക്ക് ആദർ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്.
കമ്പനി ധനകാര്യങ്ങൾക്കായി ഓഡിറ്റർമാരുടെ എണ്ണം കമ്പനി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ വില കണ്ടെത്തലിനുള്ള വഴിയൊരുക്കി അന്തിമ അംഗീകാരങ്ങൾ സെബി ആദറിന് നൽകി. 2025 ഏപ്രിൽ ആദർ അതിൻ്റെ IPO പ്രൈസ് ബാൻഡ് ഒരു ഈക്വിറ്റി ഷെയറിന് 304-321 ആയി നിശ്ചയിച്ചു. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ഓഹരി വീതം 44%, അതായത് IPO ഇഷ്യൂവിന് ശേഷമുള്ള മൂല്യനിർണ്ണയം ഏകദേശം $1.4 ബില്യൺ ആകുമെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. 3 ദിവസത്തെ പബ്ലിക് ഓഫറിംഗ് 2025 ഏപ്രിൽ 28, 29, 30 തീയതികളിൽ നടക്കുന്നു. ആങ്കർ നിക്ഷേപകർക്ക് ഏപ്രിൽ 25 ഓഹരികൾ അനുവദിച്ചിട്ടുണ്ട്. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ 40% ഓഹരികൾ നിലനിർത്തിക്കൊണ്ട് സ്ഥാപകരിൽ നിന്നും ആഗോള ഫണ്ടുകളിൽ നിന്നും 2626 കോടിയുടെ പുതിയ ഇഷ്യൂവും 1.1 കോടിയുടെ ഓഹരികളുടെ OFSഉം IPOയിൽ ഉൾപ്പെടുന്നു. ഹൊസൂർ സൗകര്യം വികസിപ്പിക്കൽ, മഹാരാഷ്ട്രയിൽ 2ാമത്തെ പ്ലാന്റ് നിർമ്മിക്കൽ, പ്രവർത്തന മൂലധനം ശക്തിപ്പെടുത്തൽ, അടിസ്ഥാന കടം തിരിച്ചടവ് എന്നിവയ്ക്കാണ് IPO വരുമാനം നീക്കിവച്ചിരിക്കുന്നത്. ആദറിൻ്റെ IPOയ്ക്ക് ആഭ്യന്തര ഫണ്ട് മാനേജർമാർ, പെൻഷൻ ഫണ്ടുകൾ, സോവറിൻ വെൽത്ത് നിക്ഷേപകർ എന്നിവരിൽ നിന്നും ശക്തമായ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന പരിവർത്തനത്തെക്കുറിച്ചുള്ള പൊതുജന വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പവർ ട്രെയിൻ, ടച്ച് സ്ക്രീൻ, ഡാഷ്ബോർഡ്, OTA കഴിവുകൾ എന്നിവ വില കേന്ദ്രീകരിച്ചുള്ള എതിരാളികളിൽ നിന്നും ആദറിനെ വ്യത്യസ്തനാക്കുന്നു. ഇനി ഇടത്തരക്കാർക്ക് താങ്ങാവുന്ന റിസ്ത പോലെയുള്ള മോഡലുകളുടെ പുനരാരംഭം, അതുപോലെ ശ്രീലങ്ക, നേപ്പാൾ പോലെയുള്ള അയൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി, ഇവയൊക്കെ മുന്നിലുള്ള വിപണിയെ തുറന്നു കാണിക്കുന്നു. ഓല ഇലക്ട്രിക്കിൻ്റെ വില കുറയ്ക്കലും നിലവിലുള്ള പാരമ്പര്യ EVകളുടെ സമ്മർദ്ദവും ഒരു വെല്ലുവിളി തന്നെയാണ്. വിതരണ ശൃംഖല അസ്ഥിരത, ബാറ്ററി, അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ ഏറ്റക്കുറച്ചിലുകളുടെയും സെമി കണ്ടക്ടർ ക്ഷാമവും ഉൽപ്പാദന തുടർച്ചയെ തടസ്സപ്പെടുത്തിയേക്കാം. നഗര മലിനീകരണ ലക്ഷ്യങ്ങളും ബാറ്ററി ചെലവുകൾ കുറയ്ക്കുന്നതും കാരണം 2024-30 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിൽപ്പന 35% മുതൽ 40% വരെ CAGR-ൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നിരുന്നാലും പലിശ നിരക്കുകളിലെ വർധനവ്, ഇറക്കുമതിയെ ബാധിക്കുന്ന കറൻസി മൂല്യത്തകർച്ച, സബ്സിഡി എടുത്തുകളയൽ എന്നിവ ചെറിയ തിരിച്ചടികളിൽ ഉൾപ്പെടുന്നു. EV ചാർജിംഗ് ഇന്റർ ഓപ്പറബിലിറ്റി മാനദണ്ഡങ്ങൾ പോലെയുള്ള വികസിച്ചു കൊണ്ടിരിക്കുന്ന നിയമ സംവിധാനങ്ങൾ, ബാറ്ററി റീസൈക്ലിംഗ് നിർബന്ധമാക്കൽ, ഉപഭോക്തൃ വായ്പാ നിരക്കുകൾ എന്നിവ ഏതറിന് ഭീഷണി ഉയർത്തിയേക്കാം. IIT മദ്രാസ് ഇൻക്യുബേറ്ററിൽ നിന്നും പബ്ലിക് ലിസ്റ്റിംഗ് സ്ഥാനാർത്ഥിയിലേക്കുള്ള ആദർ എനർജിയുടെ ദശാബ്ദക്കാലത്തെ യാത്ര ഇന്ത്യയുടെ EV നവോത്ഥാനത്തിന് ഉത്തമ ഉദാഹരണമാണ്. നിരന്തരമായ നഷ്ടങ്ങളും തീവ്രമായ മത്സരങ്ങൾ ഉണ്ടായിരുന്നിട്ടും മാർക്യൂ നിക്ഷേപകരുടെ പിന്തുണയോടെയും പ്രൊപ്രൈറ്ററി സാങ്കേതികവിദ്യയാൽ ശക്തിപ്പെട്ടതുമായ ആദർ ഒരു പ്രീമിയം സ്ഥാനം ഇന്ത്യൻ വിപണിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. 2025 മെയ് മാസത്തിൽ കമ്പനി പൊതു ഉടമസ്ഥതയിലേക്ക് മാറുമ്പോൾ വികസിക്കുന്ന IPOയും തുടർന്നുള്ള പ്രകടനവും ആദറിൻ്റെ ഭാവിയെ മാത്രമല്ല, ഇന്ത്യയുടെ ഇലക്ട്രിക് മൊബിലിറ്റി ലാൻഡ്സ്കേപ്പിൻ്റെ രൂപരേഖകളെയും രൂപപ്പെടുത്തിയേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.